യോനദ്വേഷ്ടിന ഹൃഷ്യതി. ആരോടും ദ്വേഷ്യം തോന്നരുത്. പ്രത്യേകിച്ചും സന്തോഷവും ഒരു കാലത്തും വേണ്ട. ഒരു സമബുദ്ധിയോടുകൂടി കഴിയാൻ പറ്റണം. എങ്ങനെ? വിഷ്ണോർ മായാമിതം പശ്യൻ. എല്ലാം വിഷ്ണുവിൻ്റെ മായാവിലാസമാണ് എന്ന് വിചാരിച്ച് സമബുദ്ധിയോടുകൂടി കഴിയുന്നവൻ ആരാ? ആ ആളാണ് മധ്യമഭക്തൻ. അല്ല, ആ ആളാണ് ഉത്തമഭക്തൻ. അത് കുറച്ചും കൂടിയും വിശദമാക്കി പറയാണ്. വിസൃജതി ഹൃദയം നയസ്യ സാക്ഷാത് ഹരിരവശാഭിഹിതോപ്യകൗഘനാശ പ്രണയരശനയാ ധൃതാംഘ്രിപത്മ സഭവതി ഭാഗവത പ്രധാന ഉക്ത. നിങ്ങൾ ഈ ശ്ലോകം ഒന്ന് പഠിക്കോ കൂട്ടരെ? ഞാൻ എന്താ വേണ്ടതെന്ന് പറയും. ഈ ഒരു ശ്ലോകം എല്ലാവരുടെ ഭക്തന്മാരുടെ ഗൃഹത്തിലും ഉണ്ടാവട്ടെ. ഇത് വിസൃജതി ഹൃദയം നയസ്യ സാക്ഷാത് ഹരിരവശാഭിഹിതോപ്യഘൗഘനാശ. ആരുടെ ഹൃദയത്തെയാണോ ശ്രീഹരി വിടാതെ ഇരിക്കുന്നത്, ശ്രീഹരി വിടാതെ ഇരിക്കണം, ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടാവണം. അതിനെന്ത് വേണം? ശ്രീഹരിയെ പിടിച്ച് കെട്ടണം. എങ്ങനെയാ കെട്ടുക? അങ്ങാടിയിൽ പോയിട്ട് കയറ് മേടിച്ചിട്ടോ അല്ല. പ്രണയരശനയാ ധൃതാംഘ്രിപത്മ. കാലടികളെ പ്രണയം സ്നേഹം എന്ന് പറയുന്ന രശന കൊണ്ട്, കയറുകൊണ്ട് കാലടി വരിഞ്ഞങ്ങോട്ട് കെട്ടുക. മനസ്സ് കയ്യിലുണ്ടല്ലോ. ആ മനസ്സിലുള്ള സ്നേഹം ഭഗവാനോട് ജനിപ്പിച്ച് അതിനെ ഒരു കയറാക്കി കാലടി വരിഞ്ഞ് 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 കെട്ടുക. എത്ര വേണമെങ്കിൽ വരിഞ്ഞോളൂ. യശോദയ്ക്ക് പറ്റിയ തെറ്റെന്താ? അരയിൽ കെട്ടി സുഖമായിട്ട് ഒരെല്ലാം കൊണ്ടു നടന്നു. 2 മരങ്ങളെ വീഴ്ത്തി. അപ്പം അങ്ങനെ അല്ലാതെ പ്രണയരശനയാ ധൃതാംഘ്രിപത്മ സഭവതി ഭാഗവത പ്രധാന ഉക്ത. ആ ഭക്തനാണ് ഭാഗവതന്മാരിൽ വെച്ച് ഏറ്റവും വിശേഷപ്പെട്ടവൻ. ഞാൻ അധികം അവസാനിപ്പിക്കണമല്ലോ. ഇനി കൃഷ്ണൻ ഉദ്ധവനോട് നേരിട്ട് നോക്കി പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ശ്ലോകങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിരിക്കേണ്ടതാണ്. കുട്ടികൾക്കും പറഞ്ഞു കൊടുക്കാം. ന പാരമേഷ്ഠ്യം ന മഹേന്ദ്രധിഷ്ണ്യം ന സാർവഭൗമം ന രസാധിപത്യം ന യോഗസിദ്ധി അപുനർഭവം വാ മയ്യർപ്പിതാത്മേച്ഛതി മദ്വിനാന്യത്. ഉദ്ധവ, നല്ലോണം കേട്ടോളൂ. എനിക്ക് പൂർണ്ണമായി മനസ്സർപ്പിച്ചിട്ടുള്ള ഒരു ഭക്തൻ ഉണ്ടല്ലോ, ആ ഭക്തൻ മൈ അർപ്പിത ആത്മേച്ഛതി മദ്വിനാന്യത്. ഞാൻ ഒഴികെ ഒന്നും അവൻ ആവശ്യപ്പെടില്ല എന്ന്. ഒന്നെന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ? ഇതാ പറയാ നിഷേധരൂപത്തിൽ. ന പാരമേഷ്ഠ്യം ന മഹേന്ദ്രധിഷ്ണ്യം. ബ്രഹ്മാവിൻ്റെ ലോകം, പ്രജാപതി ലോകം, ഇന്ദ്രൻ്റെ പദവി. ന സാർവഭൗമം, ലോകത്തിൽ ചക്രവർത്തിയായിട്ടിരിക്കൽ. ന രസാധിപത്യം, പാതാളാധിപത്യം. ന യോഗസിദ്ധി, അഷ്ടസിദ്ധികളുണ്ട്, യോഗസിദ്ധികൾ, അതും വേണ്ട. ആ പുനർഭവം വാ, രണ്ടാമത് ജനിക്കരുതേ എന്നൊരു വിചാരവും ഇല്ല. ജീവിതം നല്ല പോലെയാണെങ്കിൽ ഇനിയും ജനിച്ചാൽ എന്താ വിരോധം? ആര് പറഞ്ഞു നിങ്ങളോട് ഇനി ജനിക്കരുതെന്ന്? ആയിക്കോട്ടെ, സുഖമായിട്ടിരിക്കുകയാണെങ്കിൽ ഇപ്പം തന്നെ ഒരു 10 കൊല്ലം കഴിയണമാതിരി ഇനി ഇരുന്നൂടെ. ന യോഗസിദ്ധീര പുനർഭവം വാ മൈ അർപ്പിതാത്മേച്ഛതി മദ്വിനാന്യത്. അപ്പം ഈശ്വരനോട് നമ്മൾ എന്താ വേണ്ടേ? നമ്മുടെ ഉള്ളിലുള്ള ആ അഹങ്കാരമുണ്ടല്ലോ, അതിനെ ഈശ്വരന് വേണ്ടി ഞങ്ങൾ സമർപ്പിക്കുക. ഞാൻ എല്ലാവരോടും പറയും, നിങ്ങളുടെ പൂജയും പുരസ്കാരമൊക്കെ എന്തോ ആയിക്കോട്ടെ, എനിക്കറിയണ്ട. നിങ്ങൾ ഈശ്വരനോട് സംസാരിക്കാൻ തുടങ്ങുമോ? വായ തുറന്ന് എപ്പോഴും സംസാരിച്ചോളൂ. ബാത്റൂമിലായാലും അടുക്കളയിലായാലും ബെഡ്റൂമിലായാലും നിങ്ങൾ അങ്ങോട്ട് സംസാരിച്ചോളൂ. അപ്പോൾ ധാരാളം നേരം സംസാരിച്ച് മനസ്സിലുള്ളത് ഇന്നതേ സംസാരിക്കാവൂന്നില്ല, മനസ്സിലുള്ളതാ പറയുക. ആരോടാ പറയുക? ഈശ്വരനോട് പറഞ്ഞോളൂ. അത് തന്നെ മതി ഭക്തിക്ക്. ഇത് പറഞ്ഞതിന് ശേഷം ഈ ശ്രീമദ് ഭാഗവതത്തിൻ്റെ വിശേഷം, അതിൻ്റെ ആ പാരമ്യത നിങ്ങളൊന്ന് മനസ്സിലാക്കണം. എന്ത് ഭക്തി ഭഗവാനോട് നമ്മളെ അടുപ്പിക്കണു. എന്നിട്ട് എന്തുണ്ടാവണു നോക്കൂ. ആ ഭാഗവതകാരൻ പറയണത്, നിരപേക്ഷം മുനിം ശാന്തം നിർവൈരം സമദർശനം.
അനുവ്രജാമ്യഹം നിത്യം പൂയേത്യഘ്രിരേണുഭി. എന്താ ഈ കഥ? ഈ ഭക്തൻ ഭക്തൻ എന്ന് പറഞ്ഞാൽ ആരാ? നിരപേക്ഷം മുനിം ശാന്തം. ഒരു വിധത്തിലുള്ള അപേക്ഷയും ഭക്തൻ്റെ മനസ്സിലുണ്ടാവരുത്. ഒരപേക്ഷയും. ഭഗവാനെ എനിക്ക് അങ്ങേ കാണണം പറയരുത്. എന്തിനു പറയണു? ഭഗവാനേന്ന് പറഞ്ഞു നിർത്തിയാൽ മതി, പറയണ്ട. ഈശ്വരാന്ന് പറഞ്ഞാൽ മാത്രം മതി. അപ്പോൾ ഈശ്വരനെ തന്നെ അല്ലേ നിങ്ങൾ ഈ കാണുന്നത്? ഈ ലോകം ആരാ ഉണ്ടാക്കിയത്? ആരാ? ഈശ്വരൻ വെള്ളമാണെങ്കിൽ ഈ ലോകം ഐസാണെന്നാണ് ഞാൻ പറയുക. രണ്ടും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല. ഒരു വിധത്തിലുള്ള അപേക്ഷയുമില്ലാതെ മുനിം ശാന്തം, മനസ്സിന് ശാന്തതയോടുകൂടി ആശകളില്ലാതെ, നിർവൈരം സമദർശനം, ഒരാളോടും വൈരബുദ്ധി തോന്നാതെ എല്ലാ ദിക്കിലും ഒരുപോലെ സമത്വത്തോടു കൂടി കഴിയുന്ന ഒരു ഭക്തനുണ്ടെങ്കിൽ എന്തു ചെയ്യണു? അനുവ്രജാമ്യഹം നിത്യം. കാതുകൾ കടം മേടിച്ച് കേൾക്കുന്നപ്പാ, 2 ചെവി കൊണ്ട് കേട്ടാ പോരാ. അനുവ്രജാമ്യഹം നിത്യം. ആ ആളുടെ പിന്നാലെ ഞാൻ പോണൂന്ന്. എന്തിനു വേണ്ടിയിട്ട്? പൂയേത്യഘ്രിരേണുഭി. അദ്ദേഹത്തിൻ്റെ കാലടിയിൽ നിന്ന് പുറപ്പെടുന്ന പൊടിയുണ്ടല്ലോ, അത് തട്ടി ഞാൻ പവിത്രനാകട്ടെ എന്ന് വിചാരിച്ച്. അപ്പോൾ ഭക്തിയുടെ പരമകാഷ്ഠ എന്താ കൂട്ടരെ? ഒന്ന് പറയും. ഭഗവാന്റെ പേരും പറഞ്ഞ് ഇങ്ങനെ എന്ന് പറഞ്ഞ് നടക്കുക. എന്താ നിങ്ങൾ ഈ പറയണത്? പാരമഹംസ്യ സംഹിതയാണപ്പോൾ അത്. ഇതിൽ പറയാത്തതൊന്നുമില്ല.